الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ബഹുമാനപ്പെട്ട ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ സ്വതന്ത്രമാരും മറ്റ് ഉസ്താദുമാരെ, കമ്മിറ്റി അംഗങ്ങളെ, രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, കുട്ടികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവർ ഇഷ്ടപ്പെടുന്ന ഒരു അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ. ആമീൻ. ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി ത്യാഗം ചെയ്ത ഒരുപാട് മഹാന്മാർ പലരും നമ്മോടൊപ്പമില്ല. അവരുടെ ഖബറുകളെല്ലാം അല്ലാഹു തആല സ്വർഗ്ഗത്തിന്റെ തോപ്പാക്കുക. ഇപ്പോഴും ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മാനേജ്മെന്റ്, രക്ഷിതാക്കൾ, അവർക്കെല്ലാം അല്ലാഹു തആല അർഹമായിരിക്കുന്ന പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന നമ്മുടെ +1 വിദ്യാർത്ഥികൾ, 11ാം ക്ലാസ്, ആ കുട്ടികൾക്കും അവരെ ഇതിലേക്ക് പറഞ്ഞു വിട്ട രക്ഷിതാക്കൾക്കും എല്ലാം അല്ലാഹു തആല ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഏതാനും ചില കാര്യങ്ങൾ, മദ്രസ സംബന്ധം ഏതാനും ചില കാര്യങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ ഉപസംഹരിക്കും. ഉസ്താദ് പറഞ്ഞ ആ കൃത്യസമയത്തിന് എന്ത് ചെയ്യും, ഇത് സമാപിക്കും. മദ്രസ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ 2-3 ഘടകങ്ങളുടെ കൂട്ടായ ശ്രമം ആവശ്യം. അതിലൊന്നാമത്തത് ബഹുമാനപ്പെട്ട മാനേജ്മെന്റ്, ആ മദ്രസയെ നടത്തിക്കൊണ്ടു പോകുന്ന മാനേജ്മെന്റ്. രണ്ടാമത്തെ ഘടകം അവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാരാണ്. മൂന്നാമത്തെ ഘടകം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഉമ്മബാപ്പമാരാണ്, രക്ഷിതാക്കളാണ്. ഈ 3 വിഭാഗത്തിൻ്റെയും ഒരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഒരു മദ്രസ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെയുള്ള മക്കൾ നന്നായി തീരുന്നത്. അവിടുത്തെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഒക്കെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലായത് ഈ പറയപ്പെട്ട 3 ഘടകങ്ങളും ഇവിടെ ഒരേ മനസ്സോടുകൂടി നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഒരു പുതിയ 11ാം ക്ലാസ് ആരംഭിക്കാൻ ആയത്. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഇതേ സമയത്ത് 12ാം ക്ലാസ് ഉണ്ടായിരിക്കണം. അതിന് ഈ കുട്ടികളിലോട്ട് വരുമ്പോൾ, കുട്ടികൾ വരുമ്പോ, ഉയർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ വരുമ്പോ അവര് കൗമാരക്കാരാണല്ലോ, ടീനേജുകാരാണ്. അവരിലേക്ക് പ്രചോദിപ്പിക്കണം. അവർക്ക് സ്വയം തോന്നണം, വരണമെന്ന് തോന്നണം. അത് തോന്നാനുള്ള അവസരങ്ങൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. വന്ന കുട്ടികൾക്കെല്ലാം നല്ല പ്രോത്സാഹനങ്ങൾ കൊടുക്കണം. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ +2 കുട്ടികളുണ്ട്. ആ +2 കുട്ടികൾക്ക് ശഅബാൻ മാസ അവസാനം പരീക്ഷ എഴുതിയാൽ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാറുണ്ടെന്ന് ഉസ്താദ് പറഞ്ഞു. അപ്പൊ എന്താണ് ഗിഫ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ കമ്മിറ്റിയുടെ ലെറ്റർ പേജിൽ ഒരു സ്ലിപ്പിൽ ഒരു ഒപ്പും സീലും വെച്ച് ഒരു സാധനം കൊടുക്കും. അത് കൊണ്ടുപോയാൽ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുക്കുക, ചെരുപ്പ് എടുക്കുക, അതിന് വിലയൊന്നും പ്രശ്നമല്ല. അത് നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല. അപ്പൊ അതുകൊണ്ട് വർഷാവസാനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് ചെരുപ്പും ഡ്രസ്സും എടുക്കാൻ എന്ത് ചെയ്യേണ്ട, ഉമ്മമാരെ പോകാനൊന്നും മനസ്സിടേണ്ടല്ല, അവർക്ക് കിട്ടുമെന്നാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് അവർക്ക് പ്രചോദനമായിട്ട് കൊടുക്കാൻ നമ്മളൊക്കെ തീരുമാനിക്കണം. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യണം. ആമീൻ. ഞാൻ ഒരൊറ്റ ഹദീസിന്റെ സാരം പറഞ്ഞുകൊണ്ട് അവസാനിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹഖ്ഖുൽ വാലിദി അലാ വലദിഹി അൻ യുഹസ്സിന ഇസ്മുഹു വ അൻ യുഹസ്സിന മൗദിഉഹു വ അൻ യുഹസ്സിന അദബു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാതാപിതാക്കളിൽ നിന്ന്, ഉമ്മയും ഉപ്പയും മക്കൾക്ക് ലഭിക്കേണ്ട പ്രധാനപ്പെട്ട അവകാശങ്ങൾ, ഒരുപാട് അവകാശങ്ങളുണ്ട്. അതിൽ നിന്ന് പ്രധാനപ്പെട്ട 3 പറയാം. ഒന്നാമത്തത് അയ്യുഹസ്സിന ഇസ്മുഹു എന്നാണ്. ആ കുട്ടിയുടെ പേര് നന്നാക്കുക എന്നുള്ളതാണ്. കുഞ്ഞിനൊരു പേരിടുമല്ലോ, ആ പേര് നന്നാക്കുക എന്നതാണ് ഒന്നാമത്തെ ബാധ്യത. അപ്പൊ എന്താണ് പേരിന്റെ പ്രാധാന്യം?
ഒരു ഇസ്ലാമിക ഐഡന്റിറ്റിയുള്ള പേരായിത്തീരുന്ന നമ്മുടെ മക്കൾക്ക് എന്നുള്ളത്. ആ പേര് നന്നാക്കുന്നതിന് മുമ്പ് പിന്നെ അവന്റെ മൗലിനെ നന്നാക്കണം, അവന് അദബ് സിദ്ധിക്കുകയും വേണം എന്ന് ആ ഹദീസ് തുടർന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് മതബോധം ലഭിക്കണം, മറ്റൊന്ന് മതപഠനവും ലഭിക്കണം. രണ്ട് കാര്യം ലഭിക്കേണ്ടത്. ഒന്ന് കുട്ടിക്ക് മതബോധം ലഭിക്കണം, രണ്ടാമത്തത് മതപഠനവും ലഭിക്കണം. ഈ മതബോധം കൊടുക്കേണ്ടത്, മതപഠനം കൊടുക്കുന്നത് മദ്രസയിൽ നിന്നായിരിക്കും നമുക്ക് പറയാം, വീട്ടിൽ നിന്നും കൊടുക്കണം. എന്നാൽ മതബോധം കിട്ടേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. വീടുകളിൽ നിന്ന് കിട്ടിയ മതബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് മതപഠനം പടുത്തുയർത്തിയത്. നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ നമ്മളിരിക്കുന്ന ഈ മദ്രസ ഉണ്ടല്ലോ, ഈ മദ്രസ ഇപ്പൊ 2 നിലയാണുള്ളത്, 3 പണി ഉണ്ടാക്കലേ. 3 ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ഇതിന്റെ ഫൗണ്ടേഷൻ എല്ലാം ഉറപ്പ് വേണം, സ്ട്രോങ് വേണം, തറ സ്ട്രോങ് വേണം. എന്നാൽ 2, 3 ഒക്കെ ഉണ്ടാക്കാം. ഇതുപോലെ ഒരു കുട്ടിക്ക് കിട്ടുന്ന മതബോധമാണ് അവന്റെ ഫൗണ്ടേഷൻ. ആ മതബോധമാവുന്ന ഫൗണ്ടേഷൻ ഉറപ്പിച്ചതിന് ശേഷം അതിന്റെ എടുക്കുന്ന എടുപ്പുകളൊക്കെയാണ് മതപഠനം. അപ്പോ ഈ മതപഠനം കുട്ടിക്ക് ഉപകാരപ്പെടണമെങ്കിൽ മതബോധമാവുന്ന അടിത്തറ എന്തായിരിക്കണം? ശരിപ്പെടണം എന്നുള്ളത്. അതെങ്ങനെയാണ് ശരിപ്പെടുത്തുക? അതിനാർക്കാണ് കഴിയുക? അതിന് കഴിയുന്ന 2 ആളുകളാണുള്ളത്. ഒന്ന് കുട്ടിയുടെ ഉമ്മയും മറ്റൊന്ന് ഉപ്പയും തന്നെ. അവർക്ക് അതിന് കഴിയുള്ളൂ. അവർക്ക് കഴിഞ്ഞാൽ കുട്ടി ഒരു മതബോധമുള്ള കുട്ടിയായി മാറിയാൽ അവന് കുറഞ്ഞ അറിവ് കൊണ്ട് തന്നെ ഉന്നതി പ്രാപിക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. കേട്ടാൽ മാത്രം പോരാ, നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ പ്രാവർത്തികമാക്കുകയും ചെയ്യാം. വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ എന്താ തരാമെന്നൊന്നും തീർന്നല്ല, പ്രാവർത്തികം വളരെ എളുപ്പം കഴിയും. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം അതിരാവിലെയുള്ള എഴുന്നേൽക്കലാണ്. നമ്മുടെ മിക്ക പള്ളിയിലൊന്നും കേൾക്കാം, ഒരുപാട് ബാങ്ക് നമ്മൾ കേൾക്കാൻ നമ്മുടെ വീട്ടിലേക്ക് കേൾക്കാറുണ്ട്. ളുഹറിന്റെയും അസ്റിന്റെയും ബാങ്കിനേക്കാൾ 2 ലഫ്ദ് 2 പദങ്ങൾ അധികം പറയാറുണ്ട് സുബ്ഹിന്റെ ബാങ്കിൽ. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയാറുണ്ട്. ആ വിളിയാളങ്ങൾ കേൾക്കുമ്പോ ഉറക്കിനേക്കാൾ ഉത്തമ നിസ്കാരമാകുന്നു എന്ന് കേൾക്കുമ്പോ ഓരോ വീട്ടിലുള്ള ഉമ്മയും ഉപ്പയും ഒക്കെ അതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കണം. അങ്ങനെ എഴുന്നേൽക്കുമ്പോ, സാധാരണ ഒരു മനുഷ്യൻ എഴുന്നേൽക്കുമ്പോ, മുസ്ലിമായ മനുഷ്യൻ എഴുന്നേൽക്കുമ്പോ ഒരു ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് എഴുന്നേൽക്കേണ്ടത്. അള്ളാഹു നമ്മുടെ ജീവിതം സമർപ്പിക്കുകയാണ്. ഒരു പ്രഭാതം കൂടി കാണാനുള്ള ഭാഗ്യം നമുക്ക് നൽകിയല്ലോ, അതിന് നന്ദി രേഖപ്പെടുത്തണം. എന്താ എന്താ ചൊല്ലേണ്ടത് നമ്മുടെ വീട്ടിലൊക്കെ അറിയാം, ഈ ഇരിക്കുന്ന ഉമ്മമാർക്കും അറിയായിരിക്കും. പക്ഷേ അറിഞ്ഞത് കൊണ്ട് കാര്യമില്ലല്ലോ, ചൊല്ലിയവർ വളരെ പരിമിതമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് ഞാൻ എഴുന്നേൽക്കുമ്പോ, ഇന്നലെ രാത്രി ഞാൻ സുഖമായി കിടന്നുറങ്ങി, ആ ഉറക്കിൽ നിന്നൊക്കെ ഇന്ന് രാവിലെ എനിക്ക് അല്ലാഹു തആല ബോധം തിരിച്ചും ഞാൻ എഴുന്നേറ്റു. അങ്ങനെ എഴുന്നേൽക്കുമ്പോ ഇന്ന് ഞാൻ ആദ്യമായിട്ട് എന്ത് ചൊല്ലി എന്ന് ഓരോരുത്തരും അവനോട് ചോദിച്ചോ. ചൊല്ലിയിട്ടുണ്ടോ? ചൊല്ലേണ്ട എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, പ്രഭാതത്തിൽ നീ കണ്ണു തുറക്കുമ്പോൾ, നിനക്ക് ബോധം തിരിച്ചു കിട്ടുമ്പോൾ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ, ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കേണ്ടത്. അത് നമ്മൾ പതിവാക്കണം. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. എന്താ പറയുന്നറിയോ? ഉറക്കമാകുന്ന മരണത്തിൽ നിന്നും വീണ്ടും എനിക്ക് ജീവൻ നൽകിയ നാഥ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു എന്ന്. ഉറക്കം ഒരു മരണമാണ്, അഖുൽ മൗത്ത് എന്ന അർത്ഥത്തിന് പറയാം. ആ ഉറക്കത്തിൽ നമ്മൾ എഴുന്നേൽക്കണം. എപ്പോഴാണ് എഴുന്നേൽക്കേണ്ടത്? എഴുന്നേൽക്കാൻ ഒരു സമയമുണ്ട്. അത് സുബഹിന്റെ മുമ്പായി എഴുന്നേൽക്കണം. ഉമ്മമാരൊക്കെ പ്രത്യേകിച്ചും എഴുന്നേൽക്കണം. എഴുന്നേറ്റ് സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് ദിക്റൊക്കെ ചൊല്ലി എഴുന്നേറ്റ് വുളു എടുത്ത് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കണം. ആ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം, ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണം. പടച്ചോനെ എന്റെ ഭർത്താവ് നന്നാക്കണേ, എന്റെ മക്കളെ സ്വാലിഹാക്കണേ, ദുആ ചെയ്യണം. ആ ഉമ്മാന്റെ ആ സമയത്തുള്ള ഉമ്മാന്റെ ദുആ ഉണ്ടല്ലോ, അത് അല്ലാഹു തആല അങ്ങോട്ട് കേൾക്കും, സ്വീകരിക്കും.
പിന്നെ എന്റെ മക്കളെയൊക്കെ വിളിച്ചുണർത്തണം. എല്ലാ മക്കളെയും വിളിച്ചുണർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ മദീന പള്ളിയിൽ എത്തിയപ്പോ ഒരു ചെറിയ കൂരയിലാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹും അവരെ മക്കളും താമസിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിക്കുന്ന വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരം ഒരു ചെറിയ തക്കനോലം കൊണ്ട് മുളഞ്ഞിട്ടൊരു കൂര. ഒരു ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ മോളെ വീട്ടിലേക്ക് പോവുകയാണ്. പള്ളി നിസ്കരിക്കാൻ അലി റളിയല്ലാഹു അൻഹു ഉണ്ട്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പള്ളിയിലുണ്ട്. ഈ വീട്ടിലത് മോളാണുള്ളത്. ആ മോളടുത്തേക്ക് പോവുകയാണ്. രാത്രിയാ പോകുന്നത്. ഇന്നത്തെ ഇലക്ട്രിക് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, ഇരുട്ടത്താ പോകുന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോ ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ നിസ്കാരം കഴിഞ്ഞ് അതേ പായത്തെന്നൊന്ന് കടന്നുറങ്ങിയിരിക്കുന്നു. ഭക്ഷണമില്ലായ്മ, ഭയങ്കര ക്ഷീണം, ഇവിടെ ഒന്ന് കടന്ന് മയങ്ങിയിരിക്കുക. ആ ഇരുട്ടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. എന്നിട്ട് കാലുകൊണ്ട് മോളെ ഇങ്ങനെ ഒന്ന് തട്ടി. മോള് കണ്ണു തുറന്ന് നോക്കുമ്പോ ഉപ്പയാ വന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇരുട്ടത്തും കാണുവേ. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറൂജി സ്വല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസുറൂജിന. എന്നിട്ട് തങ്ങളൊരു വീട്ടിൽ താമസിച്ചാലേ ലൈസ മുഹ്താജൻ ഇലാ സുറൂജിന, വീട്ടിൽ വിളക്കിന്റെ ആവശ്യമില്ല, അത്ര പ്രകാശമായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് മോളെങ്ങനെ തട്ടിയപ്പോ മോള് കണ്ണു തുറന്നു. നിസ്കരിക്കാതെ കടന്നിട്ടല്ലോ, നിസ്കരിച്ചാണെന്ന് കടന്നതാണ്. അങ്ങനെ കണ്ണ് തുറന്നപ്പോ ഉപ്പ പറഞ്ഞു, മോളെ എഴുന്നേൽക്ക്. മോളെ, അല്ലാഹു തആല അവന്റെ ദാസന്മാർക്ക് ജീവിത വിഭവങ്ങൾ ഒരുമിച്ച് കൊടുക്കുന്നത്, വിഭജിച്ചു കൊടുക്കുന്നത് ഫജ്ർ മുതൽ സൂര്യോദയം വരെയാണ്. അതുകൊണ്ട് മോളെ ഈ സമയത്ത് ഉറങ്ങരുതേ എന്ന് മോളെ വിളിച്ചുണർത്തി. എന്നാ ഈ മോളെ ആരാണെന്നറിയോ? കെട്ടിച്ചായിട്ട മോളാണ്. എന്നിട്ട് ഉപ്പാന്റെ ബാധ നിറവേറ്റുകയാണ്. നമ്മൾ ആരെങ്കിലും വിളിക്കാറുണ്ട്. നമ്മുടെ മക്കൾ കടന്നുറങ്ങുമ്പോ വിളിക്കാൻ നമുക്ക് അർഹതയുണ്ടോ നമ്മൾ നോക്കണം. അപ്പൊ നേരത്തെ എഴുന്നേറ്റ് മക്കളെ വിളിച്ചുണർത്തണം, അവരെ കൊണ്ട് നിസ്കരിപ്പിക്കണം. ആ കാര്യം പറയും നമ്മുടെ ബാധ്യതയാണ്. ആ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അല്പസമയം ഖുർആൻ പാരായണം ചെയ്യണം. നമ്മുടെ വീട്ടിൽ സുബഹിന്റെ ശേഷം ഖുർആൻ പാരായണം ചെയ്യണം, അല്പമെങ്കിലും. അത് നമ്മുടെ മക്കളെ പ്രേരിപ്പിക്കണം. നമ്മളും ആ വഴിക്ക് പോകേണ്ടതുണ്ട്. അതിനുശേഷം മദ്രസയിൽ പോകുന്ന മക്കളുണ്ടാവുക. ആ മദ്രസയിൽ പോകുന്ന മക്കൾക്ക് നമ്മുടെ വീട്ടിൽ പാകം ചെയ്ത നല്ല ചൂടുള്ള ആഹാരം കൊടുത്താൽ മദ്രസയിലേക്ക് വിടേണ്ടത്. അവർക്ക് പഠന സാമഗ്രി വെക്കണം, നല്ല വസ്ത്രം അണിയിച്ച് നമ്മുടെ വീട്ടിൽ പാകം ചെയ്ത ആഹാരം കൊടുക്കണം. ഞാൻ മദ്രസയിൽ പോകുമ്പോ ഈ പാണ്ടിക്കാട് കെയർ ഓഫിലാണല്ലോ, ഞാൻ പോയിട്ടില്ല കേട്ടോ. ആ മദ്രസയിൽ പോകുമ്പോ ഒന്നാമത്തെ കുട്ടികൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ ചായ കുടിച്ചോ ചോദിക്കാറുണ്ട്. കുട്ടികൾ ചായ കുടിച്ചു എന്ന് പറയും. ചായക്കൊല്ല കടിയെല്ലാം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ കുട്ടികൾ പറഞ്ഞ കടിന്റെ പേരെന്താ നിങ്ങൾക്ക്? എന്താ അറിയോ കടിന്റെ പേര്? മിച്ചറ്, ബിസ്ക്കറ്റ്, കേക്ക്, വടക്ക്, ഇതൊക്കെ എന്നൊക്കെയാണ് പറയാം. ഈ ജാതി കടികൾ കൊടുക്കാൻ പാടില്ല കേട്ടോ. ഈ ജാതി കടി കൊടുക്കാനേ കുട്ടികൾക്ക് പാടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ബേക്കറി ഉൽപ്പന്നങ്ങള് അത് അവരെ ലാഭത്തിന് ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ മക്കൾക്ക് ഒരിക്കലും അത് അനുയോജ്യമല്ല. ഇങ്ങനത്തെ വസ്തുക്കൾ കഴിച്ചാൽ നമ്മുടെ ഉള്ളിൽ രണ്ട് അവയവങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. ഈ ബേക്കറി ഉൽപ്പന്നങ്ങള്, അല്ല കുപ്പിപ്പാനീയങ്ങള്, പിന്നീടച്ച വസ്തുക്കളുടെ ബേബി ഫുഡൊക്കെ ഉണ്ടല്ലോ, കുട്ടികൾക്ക് ബേബി ഫുഡൊക്കെ ഉണ്ട്. അത് കുട്ടികൾക്ക് കൊടുത്താൽ ആ കുട്ടിയുടെ ഉള്ളിലുള്ള രണ്ട് അവയവങ്ങള് അതൊന്ന് പാകപ്പെടുത്തിയെടുക്കാൻ വേണ്ടി വല്ലാതെ പാടുപെടുകയാണ്. ഏതാ രണ്ട് അവയവ നിറങ്ങൾക്ക്? ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കരളാണ്, ലിവറാണ് ഒന്ന്. മറ്റൊന്നോ കിഡ്നിയോ. ഈ രണ്ട് രോഗികളൊന്നും ധാരാളം വർദ്ധിച്ചു വരാണല്ലോ. അതിന്റെ കാരണം ഈ ഭക്ഷണം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ, ആ സ്നേഹം അവർ ആരോഗ്യത്തിന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ വീട്ടിൽ പാകം ചെയ്ത ആഹാരം കൊടുത്താണ് വിടേണ്ടത്. അങ്ങനെ ചെറിയ കുട്ടികളെയൊക്കെ ഡ്രസ്സൊക്കെ അണിയിച്ച് പാഠപുസ്തകമൊക്കെ എടുത്ത് ഒരു ചുംബനം കൊടുത്തുകൊണ്ട് മദ്രസയിലേക്ക് വിടണം. അവരിങ്ങനെ പോകുന്നത് സ്വർഗത്തിലേക്കുള്ള പാതയിലാണ് പോകുന്നത്. അങ്ങനെ നോക്കി നിൽക്കി നമ്മക്ക് കൂലി കിട്ടും. ആ കൂലിന്റെ പേരാണ് നോക്കുകൂലി എന്ന കൂലി. അത് കിട്ടണ്ടേ നമുക്ക്? ആ നോക്കൂലിട്ട് ഒരു പണി എടുക്കണ്ട, കുട്ടി മനസ്സോടെ നോക്കി നമ്മൾ ചെറിയ കുട്ടികളെ കൊടുത്താക്കി കൊടുക്കുക. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുക,
അവർക്ക് പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിക്കുക, നല്ല ഡ്രസ്സൊക്കെ അണിയിക്കുക. ഈ ഡ്രസ്സിന്റെ അകത്ത് ഇങ്ങനെ പറയാൻ കാരണം എന്താ പറയുക, ഇവിടെ കുട്ടി നമ്മൾ ഒരു തെറ്റായ സന്ദേശം കുട്ടി കൊടുക്കുന്നുണ്ട്. എന്താ ഇവിടെ ഉണ്ടാവുക വിചാരിക്കുക, ഈ വള്ളിക്ക നല്ലൊരു കുഗ്രാമമാണ്, മനോഹരമായ പള്ളിയും മദ്രസയൊക്കെ ഉണ്ട്. അത് ഉണ്ടാകുമ്പോൾ അവിടെ മതബോധത്തിന്റെ അടയാളമാണ് കാണുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. എന്താണെന്നറിയോ, രാവിലെ കുട്ടി എഴുന്നേൽക്കുമ്പോ ആ കടന്ന വസ്ത്രത്തിന്റെ കുട്ടി എഴുന്നേറ്റ് ആദ്യമായി കുട്ടി പോകും ബാത്റൂമിലേക്കാ പോവുക. മലമൂത്ര വിസർജനമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ചായ കുടിച്ചാൽ കുട്ടി ഇല്ലെങ്കിൽ ബുക്ക് എടുത്ത് നേരെ മദ്രസയിലേക്ക് പോകും. മദ്രസ വിട്ട് വന്നാൽ ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. അതെന്താ അറിയോ, അടുത്ത ഡ്രസ്സൊക്കെ ഒന്ന് അഴിച്ചു വെച്ചിട്ട് നന്നായി ഒന്ന് ഫ്രഷ് കുളിക്കും. കുളിച്ചിട്ട് ഇന്നലെ അലക്കി തേച്ച് വെച്ച യൂണിഫോം ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകും. ഇപ്പൊ കുട്ടിന്റെ വീട്ടിടത്തില് കക്കൂസുകല്ല പോക്കും മദ്രസകല്ലൊക്കെ ഒരുപോലെയാണ്. സ്കൂൾക്ക് ഇങ്ങനെ പോയാൽ പറയാം തോന്നാൻ കുട്ടിക്ക് തോന്നാണ്. അപ്പൊ അതിനെ ഒരു അവമതിക്കലുണ്ടല്ലോ, അത് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമ്മുടെ കുട്ടികളെ നന്നായി ഫ്രഷ് ആയിട്ട് തന്നെ ദീൻ പഠിക്കുവാൻ പറഞ്ഞു വിടണം. അങ്ങനെ കുട്ടികളെ പറഞ്ഞു വിടുക, നേരത്തെ എഴുന്നേറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്യലാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. അതിന് വിഘാതമായിരിക്കുന്ന പ്രശ്നം നമ്മൾ ഇല്ലായ്മ ചെയ്യണം. ഉദാഹരണമായിട്ട് ഞാനൊരു മദ്രസന്റെ പ്രസിഡന്റാണ്. എന്റെ മദ്രസയിൽ 2 പ്രശ്നങ്ങൾ ഉണ്ടായി. 2-3 കൊല്ലങ്ങൾക്ക് മുമ്പിട്ടാണ്. ആ 2 പ്രശ്നവും പരിഹരിച്ചു. അതെന്താന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ പ്രശ്നം 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലെ കുട്ടികൾ ഉസ്താദിനോട് പറയാണ്, ഞങ്ങൾക്ക് ട്യൂഷൻ തുടങ്ങാനുണ്ട്, ഇന്ന സമയത്തായിട്ട് നേരത്തെ അരമണിക്കൂർ നേരത്തെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ കമ്മിറ്റിയുടെ കെയർ ഓഫ് 2-3 ആളുകൾ കൂടിയിട്ട് ഈ ട്യൂഷൻ സെന്ററിൽ ഒന്ന് പോയി. അവിടെ ചെന്നപ്പോ ഈ കുട്ടികളുടെ പേരും കൊണ്ടാണ് പോയത്. ഈ പറയുന്ന 6 കുട്ടികളുടെ പേരും കൊണ്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ നടത്തിക്കുന്ന ഒരു അമുസ്ലിം സഹോദരൻ, അതിന്റെ മേലധികാരി, അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ കുട്ടികളൊക്കെ ചേർക്കാൻ വന്ന ഉമ്മമാരാ ചേർക്കാൻ വന്നത്. ഇവരോട് ഞങ്ങൾ പറഞ്ഞു ഇവിടെ 7 മണിക്ക് ട്യൂഷൻ തുടങ്ങുന്നുണ്ട്, അതേ ക്ലാസ് തന്നെ 8:30ക്കും തുടങ്ങുന്നുണ്ട്, എവിടെ ചേർക്കുന്നപ്പോൾ ഇവര് പറഞ്ഞതാണ് 7 മണിക്ക് മതി എന്ന് പറഞ്ഞതാണ്. അത് 8:30 പോന്നു. അപ്പൊ നമ്മൾ ട്യൂഷന് വേണ്ടി കൊണ്ടുവരുമ്പോ ട്യൂഷന് പോകാൻ നിർബന്ധമാണല്ലോ അല്ലെ, നിർബന്ധമല്ലേ? കാരണം ഹാജർ കിട്ടാൻ സ്കൂളിലും പോകണം, പഠിക്കാൻ ട്യൂഷനിലും പോകണം എന്നാണ് നിയമം. അങ്ങനെയാണല്ലോ. 2നും പണം വന്നാൽ മതി. ബാക്കി 2 ഹാജർ കിട്ടും, പഠനം കിട്ടുമല്ലോ. സ്കൂളിൽ പോയാൽ ഹാജർ കിട്ടും, പിന്നെ പഠിക്കണമെങ്കിൽ എവിടെ പോകണം. കാരണം SSLCക്കൊക്കെ A+ കിട്ടിയ കുട്ടിയോട് ചോദിക്കാണ്, ഇത് സ്കൂളിൽ പഠിച്ചു എന്നല്ല, ഈ ട്യൂഷനിൽ അമ്മനെ പോയി ചോദിക്കാറുണ്ട്. അപ്പൊ ആ ട്യൂഷനിൽ പോയത് നിർബന്ധമാണ്. അങ്ങനെ ചേർക്കാൻ വേണ്ടി പോകുമ്പോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ അറിയോ, എന്റെ കുട്ടിക്ക് ദീനും കൂടി പഠിക്കണല്ലോ. ദീൻ പഠിച്ചിട്ടില്ലെങ്കിൽ എന്താ കിട്ടുക, ഈ പഠിച്ചിട്ടില്ലെങ്കിൽ എന്താ കിട്ടുക? ഒരുപാട് ഉദാഹരണം. ഒന്ന് ഞാൻ പറഞ്ഞത്, ഒറ്റ ഉദാഹരണം പറഞ്ഞത്, ഒരു പട്ടാമ്പി നഷ്ടമുണ്ടല്ലോ, പട്ടാമ്പി കേട്ടില്ലേ? പട്ടാമ്പി പുഴ നിറഞ്ഞിങ്ങനെ കവിയാണ്, നിറഞ്ഞൊഴുക, പൂലം കുത്തി ഒഴുകുകയാണ്. ആ സമയത്ത് കുറെ ആളുകൾ താഴെ നിൽക്കുന്നുണ്ട്, പാലത്തിന് താഴെ. ഈ വെള്ളങ്ങൾ വരുമ്പോൾ നല്ല വറകിന്റെ കൊള്ളി വരും, തേങ്ങ വെള്ളമൊക്കെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോണ്ട് ഒരു സ്ത്രീ, ഒരു വയസ്സായ സ്ത്രീ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ആ സ്ത്രീയെ കണ്ടപ്പോൾ ഒരു മനുഷ്യനെ വരുന്നുണ്ട്, എല്ലാം കൂടി ഓടി ചാടി ഈ പെണ്ണിനെ പിടിച്ചു, ഒരു ഉമ്മാനെ പിടിച്ചു. 10-65 വയസ്സ് പ്രായമുള്ള ഉമ്മയാ വരുന്നത്. ഉമ്മ കുറച്ച് വെള്ളം കുടിച്ചിട്ട് മരിച്ചിട്ടൊന്നുമില്ല. ആ ഉമ്മാനെ പിടിച്ച് കിടത്തി കുറച്ച് ആശ്വാസം, വെള്ളം കളഞ്ഞ് കുറച്ച് ആശ്വാസമായപ്പോ കണ്ണ് തുറന്നപ്പോ ഈ പിടിച്ച തൊഴിലാളികൾ ചോദിച്ചു, എങ്ങനെ ഉമ്മ നിങ്ങൾ പുഴയ്ക്ക് വീണത് എന്ന് ചോദിച്ചു. അപ്പൊ ഈ ഉമ്മ പറഞ്ഞു, ഞാൻ പുഴയിൽ വീണതല്ല കുട്ടികളെ, നിന്റെ മോൻ അബൂബക്കർ എന്നെ ഉന്തിട്ടതാണ്. അപ്പൊ ഇവര് വെറുതെ വിടാൻ പറ്റൂല്ലോ, ഇവര് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് എന്ന മകനാണ് ഉന്തിട്ട കേട്ടോ. അങ്ങനെ SI ഇവനെ വിളിപ്പിച്ചു. ഒരു അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഈ അബൂബക്കർ സിദ്ദീഖ് എന്ന ആൾ. അദ്ദേഹം വന്നപ്പോൾ ഈ ഉമ്മ പറഞ്ഞു, ഓൻ ഒന്നും ചെയ്യരുത് കേട്ടോ, എന്റെ മോനാണോ, ഒന്നും ചെയ്യരുത് കേട്ടോ എന്ന് ഉമ്മാന്റെ കാരുണ്യ. അങ്ങനെ ഒരു കേസില്ലാത്തതുകൊണ്ട് ഉമ്മാനെ കത്തി കൊണ്ടുപോയി. നമ്മുടെ അതല്ല വിഷയം. ഈ അബൂബക്കർ സിദ്ദീഖ് എന്ന ആ കുട്ടിനെ 1ാം ക്ലാസ്സിൽ മദ്രസയിൽ ചേർത്തു. സ്കൂൾ ബസ് 7ക്ക് വരുന്നത് കൊണ്ട് ഒന്നും പഠിക്കാൻ കഴിഞ്ഞില്ല, പിന്നെ പഠിച്ചതുമില്ല. അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ ചേലായത്. ഒരാളോട് ചോദിച്ചു, ഈ റമദാനിൽ നോമ്പ് വെച്ചേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ തലവെൽപ്പ് നോക്കില്ല. പിന്നെ പിറ്റേന്ന് വെച്ചു,
പിറ്റേന്ന് നോക്കില്ല, പിന്നെ ചേലായി. അതുപോലെ ഉണ്ടല്ലോ നിത്യപ്രചാരം ചേലായതാ. ആ മോനാണ് എന്ത് ചെയ്തത് അറിയോ? ദീൻ എന്താണെന്ന് അറിയാത്ത മോനാണ് ഒരു കാറിൽ കൂട്ടിക്കൊണ്ടേ വാറ്റൊന്ന് ഉമ്മാനോട് ഉന്തിട്ട്. ഈ ചെയ്യാനുള്ള മനസ്സുണ്ടായത് എന്തുകൊണ്ടാ? ദീൻ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ദീൻ കിട്ടണം. അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ട്യൂഷനിൽ കൊണ്ട് ചേർക്കുമ്പോ മദ്രസ പഠനത്തിന് വിഘാതമാകാത്ത സ്റ്റുഡന്റുകളെ തെരഞ്ഞെടുക്കും എന്നതാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ പരിഹരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പ്രശ്നം ഉണ്ടായിരുന്നത് എന്താണ്? സ്കൂൾ ബസിന്റെ പ്രശ്നമാണ്. അത് ഇവിടെ ഉണ്ടാവില്ലല്ലേ? സ്കൂൾ ബസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ആ സ്കൂൾ ബസിന്റെ പ്രശ്നം എങ്ങനെ നമ്മൾ പരിഹരിച്ചു അറിയോ? നമ്മൾ പരിഹരിച്ച കാര്യമാണ് പറയുന്നത് കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. സ്കൂൾ ബസ്സിന് ഡ്രൈവറെ കണ്ടുകൊണ്ട് പറയുന്നതല്ല. ഈ 9 മണിക്ക് വരാൻ പാടില്ല നിൽക്കൂല. നമ്മൾ എന്ത് ചെയ്തു? 2-3 സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടായിരുന്നു. അവർ 2-3 വാഹനത്തിന്റെ ഉടമകളെ ഏൽപ്പിച്ചു. നിങ്ങൾ ഈ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടണം, കാശുള്ളത് വാങ്ങണം ഏൽപ്പിച്ചു. അങ്ങനെ 2-3 വാഹനങ്ങൾ മദ്രസയുടെ മുറ്റത്ത് വരും. അവരെ കുട്ടികളെ കയറ്റി സ്കൂളിൽ കൊണ്ടേക്കും. അങ്ങനെ ചെയ്തപ്പോൾ രക്ഷിതാക്കളുണ്ടായ നേട്ടം എന്താണെന്നറിയോ? ഒന്നാമത് കുട്ടികൾക്ക് മദ്രസ വിട്ട് ഭക്ഷണം കഴിച്ച് സാവകാശം പോകാൻ കഴിയും. രണ്ടാമത്തെ നേട്ടം നേരത്തെ തിരിച്ചുവിട്ട് എത്താൻ കഴിയുന്നു. മൂന്നാമത്തെ നേട്ടം എന്താണെന്നറിയോ? സാധാരണ സ്കൂൾ ബസ്സിന് കൊടുക്കുന്ന അത്ര കാശ് കൊടുക്കേണ്ടി വന്നില്ല. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായി. അതുപോലുള്ള മാർഗങ്ങൾ സ്വീകരിച്ച് നമ്മുടെ ദീനീ പഠനത്തിന് വിഘാതം ആകാത്ത വിധം ക്രമീകരിക്കാൻ നമ്മളോട് ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ എന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കുക എന്നുള്ള കാര്യം. ഇനി രണ്ടാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വീടിനകത്ത് അവിടെയാണ് നമ്മുടെ കുട്ടി വളരുന്നത്. തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉമ്മാന്റെ ഉപ്പാന് കിട്ടേണ്ട അവകാശങ്ങളിൽ നിന്ന് ഒന്ന് പേര് നന്നാക്കുക എന്നതാണ്. അതിലേക്ക് ഞാൻ വിശദീകരിച്ചാൽ ഇപ്പോഴുള്ള സമയം അനുവദിക്കൂല. അവിടെ രണ്ടാമത്തെ യുഹസിന മൗലിയവും മൗലിനെ നന്നാക്കുകയാണ്. മൗലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടി ജീവിക്കുമ്പോൾ ആ കുട്ടിയായ കാലത്ത് ജീവിക്കുന്ന വിഹരിക്കുന്ന എല്ലാ ഇടങ്ങളും തന്നെ. ഒന്നും നമ്മുടെ വീടിന്റെ അകമാണ്, മറ്റൊന്ന് നമ്മുടെ പരിസരങ്ങളാണ്, അയൽവാസികളാണ്, വിദ്യാലയമാണ്. ഇതൊക്കെ കുട്ടി വിഹരിക്കുന്ന സ്ഥലമാണ്. ആ വീടിന് അകം, നമ്മുടെ വീടിന്റെ അകത്തളം മതമൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഇടം ആയി മാറണം. അതെങ്ങനെയാ? നമുക്കൊരു ഇസ്ലാമിക സംസ്കാരമുണ്ട്. ആ സംസ്കാരം മുറുകെ പിടിക്കുന്ന ഒന്നാണ് നമ്മുടെ വീടിന്റെ അകത്തളം. അവിടെ മുതിർന്നവരെ ബഹുമാനിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം, കുട്ടികളെ സ്നേഹിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം ഉണ്ടായിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം ഉണ്ടായിരിക്കണം. ഇതില്ലാത്തൊരു വീട്ടിൽ വളരുന്ന കുട്ടിക്ക് അച്ചടക്കം ഉണ്ടാവുകയില്ല. അപ്പൊ ആ അച്ചടക്കം ഉണ്ടാക്കാനുള്ള മാർഗം അങ്ങോട്ടും ഇങ്ങോട്ടും ആദരിക്കുക എന്നുള്ളതാണ്. നേരത്തെ ഇവിടുന്ന് ഉസ്താദ് ആയത്ത് ഓതിയല്ലോ, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. നിങ്ങളുടെ മക്കളും സമ്പത്തും നിങ്ങൾക്ക് ഭൗതിക ലോകത്തിന്റെ അലങ്കാരമാവുന്നു എന്ന. ഈ സീനത്ത് എന്ന് പറഞ്ഞ സാധനം, ഭംഗി എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും തന്നെ ആ വസ്തുവിനെ നിലനിൽപ്പിന് ആവശ്യമുള്ള ഒന്നല്ല. അത് ഭംഗിക്ക് വേണ്ടിയുള്ളതാ. അവിടെ കെട്ടിയിരിക്കുന്ന അരങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭംഗിക്ക് വേണ്ടി. അതില്ലെങ്കിൽ നിൽക്കുക ചെയ്യും. ഈ അരങ്ങിലൂടെ സംഗതി എടുക്കുമല്ലോ, ഭംഗിക്ക് വേണ്ടിയുള്ളതാ. ഇങ്ങനെയുള്ള ഭംഗിയാണ് നിങ്ങൾക്ക് മക്കള്. ആ പരലോകത്തെ ഇഹലോകത്തിലുള്ള ഭംഗി പരലോകത്തേക്കും ഭംഗിയായി മാറണം. അത് മാറാനുള്ളതാണ് നമ്മുടെ വീടിന്റെ ഗ്രഹാന്തം നന്നാക്കുക എന്നത്. ഏറ്റവും വലിയൊരു വേദന പ്രസവവേദനയാണെന്ന് പറയാറുണ്ട്. മരണവേദന കഴിഞ്ഞാൽ പിന്നുള്ള വേദന ഏതാണ്? പ്രസവവേദനയാണ്. പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന ഒരു വേദനയാണ്, കഠിനമായ വേദനയാണെന്ന് അവർ പറയാറുള്ളത്. എന്നാൽ അതിനേക്കാൾ വലിയൊരു വേദന വേറെയുണ്ട്. അത് ഉമ്മ മാത്രം അനുഭവിക്കേണ്ട വേദനയല്ല, ഉപ്പയും കുടുംബം കൂടി അനുഭവിക്കേണ്ട വേദനയാണ്. അത് ഏതാണ് വേദന എന്നറിയോ? പ്രസവിച്ച് പോയല്ലോ എന്നുള്ള വേദനയാണ്. ഞാൻ അവരെ പ്രസവിച്ച് പോയല്ലോ എന്ന് വേദിക്കുന്ന ഉമ്മമാരുണ്ട്. ആ വേദന ഇല്ലാതെയാക്കാനുള്ള മാർഗമാണ് കുട്ടിക്ക് ദീനീ പഠനം നൽകുന്നതോടൊപ്പം നമ്മുടെ വീട് ഇസ്ലാമികമായ അന്തരീക്ഷമുള്ള വീടായി മാറുക എന്നുള്ളത്. അത് മാറാൻ എന്താ മാർഗം എന്നറിയോ? നേരത്തെ പറഞ്ഞ ഒന്ന്, നേരത്തെ എഴുന്നേൽക്കുന്ന പരിപാടി ഒന്ന്. രണ്ടാമത്തെ മറ്റ് പരിപാടികളിൽ നിസ്കാരത്തിന്റെ സമയത്തിന് പ്രാധാന്യം കൽപ്പിക്കുക, പരസ്പരം ബഹുമാനത്തോടെയുള്ള സമീപനം ഉണ്ടായിരിക്കുക,
ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുക, ഇതൊക്കെ അതിൽപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുക, ഭക്ഷണ സമയത്ത് ഒന്നിച്ചു കൂടുക, എല്ലാ സമയത്തും കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു നേരം ഒന്നിച്ച് ഭക്ഷണം കഴിക്കാറ്, ഒരു രാത്രിയെങ്കിലും ഉമ്മയും ഉപ്പയും ഒക്കെ ആണെങ്കിയിരുന്നു ഭക്ഷണം കഴിക്കും. പുരുഷന്മാരൊക്കെ ഭക്ഷണം കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ സ്ത്രീകൾ കഴിക്കാൻ പരിപാടി നമുക്ക് കേട്ടോ. അത് ഇസ്ലാമിക രീതിയല്ല. ഇസ്ലാമിക രീതി എല്ലാവരും ഒന്നിച്ചിരുന്നുകൊണ്ട് ആഹാരം കഴിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും എല്ലാം ആ രീതി നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അങ്ങനെ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ അവർക്ക് ബർക്കത്ത് ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില സ്വഹാബാക്കൾ വന്ന് പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾ ആഹാരം കഴിക്കുന്നുണ്ട്, പക്ഷേ വയറ് നിറയുന്നില്ല, വല്ല പരിഹാരമുണ്ടോ? ഒരു സംതൃപ്തി ഉണ്ടാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആഹാരം കഴിക്കുന്നത് വേറെ വേറെയാണ്, ഒന്നിച്ചിരുന്നു കൊണ്ടാണോ? അവര് പറഞ്ഞു, ഞങ്ങൾ വേറെ വേറെയാണ് ആഹാരം കഴിക്കുക. എന്നാൽ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ട് അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്നാണ്. ആ ഒന്നിച്ച് ആഹാരം കഴിക്കുന്നത് കുടുംബത്തിൽ സ്നേഹം ഉണ്ടാകാനുള്ള മാർഗമാകുന്നു. പരസ്പരം സ്നേഹം ഉണ്ടാകാനുള്ള മാർഗം ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുക എന്നത്. അപ്പൊ ലഘുവായ തമാശകളൊക്കെ ആവാം. ഭക്ഷണം കഴിക്കുമ്പോൾ മിണ്ടാൻ പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞുള്ള കുട്ടികളെ പറഞ്ഞ് അടക്കിയിരുത്താൻ വേണ്ടിയിട്ടാണ്. ഭക്ഷണം മിണ്ടുകയാണ് വേണ്ടത്. സംസാരിക്കാൻ ഭക്ഷണം കഴിക്കുമ്പോ, പക്ഷെ അത് അന്യന്റെ ദീപത്തിന് നിമിത്തം ആവാൻ പാടില്ല, അതുമായി ബന്ധപ്പെട്ടതാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നിച്ചിരുന്ന് നമ്മുടെ മക്കൾ കുട്ടികൾ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുക, ആഹാരം കഴിക്കുന്ന മര്യാദകളെ ശീലിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. പിന്നൊരു കാര്യമാണ് നേരത്തെ ഉറങ്ങുക എന്നുള്ളത്. അതൊന്ന് വളരെ കുറവായി മാറി. നമ്മുടെ കോവിഡിന് ശേഷം, കോവിഡ് മഹാമാരിക്ക് ശേഷം നമ്മുടെ മക്കളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു, വലിയ മാറ്റങ്ങൾ വന്നു. ആ മാറ്റങ്ങളിൽ ഒന്നാണ് നിർവികാരത എന്നൊരു മാറ്റം വന്നിട്ടുണ്ട്. ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ, ഒരു പ്രശ്നമില്ലായ്മ, എന്തൊരു പ്രശ്നമില്ലാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. അതോടനുബന്ധിച്ച് വന്ന ഒന്നാണ് ഉറക്കം ഒഴിക്കുക എന്നുള്ളൊരു കാര്യം. മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുമായി സംസാരിച്ചാൽ അവർ പറയുന്ന ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാം, എത്ര നല്ല ക്ലാസ് എടുത്താലും കുട്ടികൾ ഇങ്ങനെ ഒരു ജീവക്ഷമമായിരിക്കാം, കുട്ടികൾക്ക് ഒരു താല്പര്യമൊന്നുമില്ല, അവർ തമാശ പറഞ്ഞാൽ ചിരിക്കൂല, ഇങ്ങനെ ഒരു കൂട്ടുപോലെ ഇരിക്കുകയാണ് എന്നൊരവസ്ഥ പലയിടത്തും പറയാറുണ്ട്. അതിന്റെ കാരണം എന്താണെന്നറിയോ? അതിന്റെ കാരണം നേരത്തെ ഉറങ്ങാത്തത് കൊണ്ടാണ്. എപ്പോഴും ഉറങ്ങേണ്ട എപ്പോഴറിയോ? നമുക്ക് ഉറങ്ങാനൊരു ടൈമുണ്ട്, പരിശുദ്ധ ദീൻ കൽപ്പിച്ച ഒരു ടൈമുണ്ട്. അത് തന്നെയാണ് ശാസ്ത്രവും പറയുന്നത്. ശാസ്ത്രം എന്ന സമയം ഞാനൊന്ന് പറഞ്ഞുതരാം. ഒരു മനുഷ്യൻ ഉറങ്ങേണ്ട സമയം രാത്രി 10 മണി തൊട്ട് 2 മണി വരെയാവുന്നു എന്നാണ്. അപ്പൊ എത്ര മണിക്കൂർ ഉണ്ടാവുന്ന അറിയാം? 10, 11, 12, 1, 2, 5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ, 5 മണിക്കൂർ. ഈ സമയം ഉറങ്ങണം എന്നാണ്. നമ്മുടെ മക്കളൊക്കെ ഉറങ്ങുന്നതോ? 10 മണിക്കുള്ള ഉറക്കമാണ് ഒരു പ്രോപ്പർ ആയ ഉറക്കം എന്ന് പറയുന്നത്. നമ്മുടെ തലച്ചോറൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ച് അതിന്റെ ചാർജ് തീരും. മൊബൈൽ ഫോൺ വെച്ച് ചാർജ് തീരുമല്ലോ, ഇങ്ങനെ കുത്തിവെക്കുമല്ലോ. എന്നതുമാതിരി തലച്ചോറിന്റെ ചാർജിങ് തീരും പകൽ മുഴുവൻ. അത് റീചാർജ് ആകുന്ന സമയമാണ് രാത്രി 10 മണിക്ക് ശേഷം 2 മണി വരെ. ആ സമയത്ത് കൃത്യമായി ഉറങ്ങിയെങ്കിലേ ആ കുട്ടിന്റെ ആരോഗ്യ നിലയും മാനസിക നിലയും ശരിയായി നിലകൊള്ളുകയുള്ളൂ. കുട്ടിക്ക് മെമ്മറി വളരെ കുറവാണിപ്പോ. എന്ത് കേട്ടാലും പെട്ടെന്ന് മറന്നുപോകും. കുട്ടികൾ നമുക്ക് മറന്നുപോവുകയാണ്. ഇങ്ങനെ കുട്ടികൾക്ക് മനഃപ്പാഠമാക്കാൻ പര്യാപ്തമായിരിക്കുന്ന സമയമാണ് രാത്രി സമയം. ആ സമയം ഉറങ്ങാതെ 10 മണിക്കുള്ള ഉറക്കം 12 മണിക്കാക്കി 12 മണിക്ക് കൂട്ടിയിട്ട് കാര്യമില്ല. ആ 10 മണിക്ക് ഉറങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാവണം. അതിന്ന് പലയിടത്തും കാണുന്നില്ല. എൻ്റെ നാട്ടിൽ ഞാനൊരു വീട്ടിലേക്ക് രാത്രി 10 മണിക്കൊരു വീട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം നേരിട്ടു. പിറ്റേന്ന് പോകാൻ കഴിയില്ല. അപ്പൊ രാത്രി പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിചാരിച്ചത് എല്ലാം കടന്നിട്ടുണ്ടാവും, അത് മുട്ട വിളിക്കേണ്ടി വരുമെന്നാണ് കരുതിയത്. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോ ഒരൊറ്റ വാതിലും അടച്ചിട്ടില്ല, ജനലും അടച്ചിട്ടില്ല, ലൈറ്റൊന്നും കെട്ടിയിട്ടില്ല, ഒരാളും മിണ്ടുന്നില്ല. അങ്ങനെ വീടിന് അകത്തേക്ക് കയറുമ്പോ 2 മൂലക്കെട്ട ആൾക്കാർ ചെവിയിൽ വെച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ അസ്സലാമു അലൈക്കും എന്നാണ്. എന്ത് സ്ഥലം? പുറത്ത് പോയിട്ട് അങ്ങനെ മുട്ടി. എന്ത്? അപ്പോഴാണ് ആ വീട് പൊളിച്ചു കൊണ്ടാൽ പോലും അറിയില്ല. അവര് ഇതിൽ മുഴുകിയിരിക്കുകയാണ്. ഈ അവസ്ഥ നമ്മുടെ വീട് ആകാൻ പാടില്ല. ഈ ഡിവൈസുകളൊക്കെ, മൊബൈൽ ഫോൺ ഡിവൈസുകളൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് മാറ്റി വെച്ചിട്ട്
കുറഞ്ഞ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിക്കണം, ഉള്ള തുറന്ന് സംസാരിക്കണം. നമ്മുടെ മക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനും കേൾക്കാനുണ്ട്. അതൊക്കെ ഒന്ന് കേൾക്കാൻ ഉമ്മയും തയ്യാറാവണം. പെൺകുട്ടികൾക്ക് ഉമ്മ ഒരു നല്ല സുഹൃത്താവണം, ആങ്ങളുടെ ഉപ്പ നല്ലൊരു സുഹൃത്താവണം. അങ്ങനെ സുഹൃത്തായി ഉണ്ടെങ്കിലേ അവരെ നമ്മുടെ വരിയിൽ കിട്ടുകയുള്ളൂ. അവർക്ക് പറയാനുള്ള കാര്യം പറയാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാവുന്നവരുടെ കൂടെ പോകുന്ന മനുഷ്യർ, പ്രത്യേകിച്ചും പെൺകുട്ടികൾ, അവർക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉമ്മാനോട് പറയാനുണ്ടാവും, ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. അത് കേൾക്കാൻ ഉമ്മൊരു സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ എന്നെ കേൾക്കുന്നതാണ് അവരെ കൂടെ പോകാൻ തയ്യാറാവും. അങ്ങനെ മക്കൾ പറഞ്ഞ മുഴുവനും കേൾക്കുക, കേട്ടിട്ട് സമാധാനം കൊടുക്കുക. അത് വീട്ടിൽ നിന്ന് കിട്ടേണ്ട ഒന്നായി മാറണം. പലപ്പോഴും നമുക്കതിന് കഴിയാറില്ല. ഒരാള് പ്രസംഗത്തിൽ പറയുന്നത് കേട്ടു, ഉള്ളതായിരിക്കോട്ടെ, കേട്ടതാണ്. 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി സ്കൂള് വിട്ട് വന്ന ഉടനെ തന്നെ ഓടി വന്ന് ഉമ്മാനോട് ചോദിച്ചു അത്രേ, ഉമ്മ ഈ സെക്സ് എന്നാൽ എന്താണ്? ഉമ്മാക്കത് കേട്ടപ്പോൾ അങ്ങോട്ട് ചൂടായി, ഈമാനോട് ചൂടായി. അവിടെ കിട്ടുന്ന ചൂലെടുത്ത് നന്നാക്കാൻ കൊടുത്തു. ഇത്രയല്ലേ ആയിട്ടുള്ളൂ, 9 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഇപ്പൊ പിന്നെ ഇതൊക്കെ പഠിക്കാൻ തുടങ്ങിയോ എന്ന് വെച്ച് കുട്ടിക്ക് പൊതിരെ അടി കിട്ടി. കുട്ടിയുടെ സ്കൂൾ ബാഗ് എടുത്ത് വെക്കാതെ, യൂണിഫോം അഴിച്ചു വെക്കാതെ അതിന് കരയാൻ തുടങ്ങി. കുട്ടിക്ക് ചായ ഒന്നും കൊടുത്തില്ല, കാരണം കുട്ടികൾ അശ്ലീലമല്ലേ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കുട്ടി ഇങ്ങനെ കരഞ്ഞിരിക്കുമ്പോഴാണ് കുട്ടിയുടെ ഉപ്പ കയറി വരുന്നത്. വീട്ടിലേക്ക് വന്നു നോക്കുമ്പോ ഒരു മരിച്ച വീട്ടിലേക്ക് പോയതുപോലെ ഒരു മോളിങ്ങനെ ഇരുന്ന് കരയുന്നു, ഉമ്മ അങ്ങനെ ചൂടായി നിൽക്കുന്നു. അപ്പൊ എന്താ അവിടെ സംഭവിച്ചെന്ന് നോക്കുമ്പോ ഈ അടുക്കളയിൽ നിന്ന് ഉമ്മ പറഞ്ഞു, കുട്ടിന്റെ ഉമ്മ ഇയാളുടെ ഭാര്യ പറഞ്ഞു, ചോദിക്കുക അവളോട്, അവൾ 4ാം ക്ലാസ്സിലെ പഠിക്കുന്നു, എന്തൊക്കെ തോന്നിയാസാ പഠിച്ചു വന്നിരിക്കുന്നത് എന്ന് ചോദിച്ച് ഉമ്മ കയർക്കാൻ തുടങ്ങി. ഉപ്പ പോയിട്ട് അവിടെ ഇരുന്നിട്ട് മോളെങ്ങനെ തലോട്, എന്താ മോളെ പെട്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ മോള് സ്കൂൾ ബാഗ് ചെയിൻ വെച്ച് തുറന്നിട്ട് ഒരു കടലാസ് എടുത്തു. എന്നിട്ട് ഉപ്പാക്ക് കാണിച്ചു കൊടുക്കും, ഇതാണ് ഉപ്പാ പ്രശ്നം, ഇത് ടീച്ചർ തന്നതാണ്, നാളെ പൂരിപ്പിച്ച് കൊടുക്കേണ്ടതാണ്. ആദ്യം എഴുതുന്നുണ്ട്, അത് ഞാൻ എഴുതിയിട്ടുണ്ട്, എന്റെ സെക്സ് എന്നാണ്, എന്തായാലും എനിക്ക് അമ്മോട് ചോദിച്ചാണ് പ്രശ്നം എന്ന്. ഇതിനെ പറ്റി ഞാൻ കരുതി മറ്റേക്ക് നിർത്തിയാൽ. അപ്പോ കുട്ടികളോട് മുഴുവൻ പറയുന്നത് കേൾക്കാതെ ഇങ്ങനെ ഷൗട്ട് ചെയ്താൽ എന്താ ഉണ്ടാകുന്നറിയോ? അതിന് വലിയ ദുരന്തം എന്റെ പിന്നിലുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ ഉണ്ടാകുന്ന ദുരന്തം എന്താണ്? ഒരു വലിയ പ്രശ്നം നേരിട്ടാൽ കുട്ടി വീട്ടിൽ പറയില്ല, കുട്ടികൾ മനസ്സിൽ ഒതുക്കി വെക്കും, അല്ലെങ്കിൽ അവിടെ കേൾക്കുന്നവരോട് പറയും, അവിടെ കൂടെ അങ്ങോട്ട് പിന്നെ പോവുകയും ചെയ്യും. അപ്പൊ അതിന് തടയിടേണ്ടത് നമ്മളാവുന്നു. നമ്മുടെ കുട്ടികളെ കേൾക്കണം. എന്ത് കാര്യം പറഞ്ഞാലും തെറ്റാണെങ്കിൽ ആ തെറ്റാണ് മോളെ തിരുത്തി കൊടുക്കണം. അത് തിരുത്താനുള്ള സാവകാശ സന്മനസ് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അപ്പൊ കുട്ടികളുമായി നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ നല്ലൊരു ഇടപെട്ടുണ്ടായിരിക്കണം. എങ്ങനെയൊക്കെ ഇടപെട്ടുണ്ടാകാറോ? നമ്മുടെ നാട് ആർഷഭാരതം എന്ന് പറയാം. ആർഷഭാരതം പണ്ട് കാലത്ത് ഇവിടെ ഋഷിമാരാണ്, മുനിമാരാണ് ഇവിടെ ഈ പ്രബോധനം നടത്തിയിരുന്നത്. ആ കാലത്ത് അവർ പറഞ്ഞിരുന്നൊരു ഒരു പദ്യമുണ്ട്, ലാടയെ പഞ്ചവർഷാണി ദശവർഷാണി ലാടയെ ഷോഡശേ പുത്രം മിത്രവദാചരേ എന്ന് പറയാം. 5 വയസ്സിലെ കുട്ടിയെ ലാളിച്ച് വളർത്തണമെന്ന്. ലാടയെ പഞ്ചവർഷാണ്, 5 വർഷം കുട്ടിയെ ലാളിച്ച് വളർത്തണം. പിന്നെല്ലാ വർഷങ്ങളിൽ കുട്ടിയെ എന്താക്കണം, ശിക്ഷണം കൊടുത്ത് വളർത്തണം. കുട്ടികൾ 15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടിയെ മിത്രത്തെ പോലെ കാണണമെന്നാണ്. പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്ക് ലാളന കൊടുക്കാൻ കഴിയണം, അവർക്ക് മര്യാദ ശീലിപ്പിക്കാൻ കഴിയണം, അവരെ അതവ് ശ്രദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം. അത് കഴിയുമ്പോഴാണ് നമ്മുടെ ആ കുട്ടികൾ നമുക്ക് ഉമ്മാക്കുപ്പ കണ്ണിന് കുളിർമയാവുന്ന മക്കളാക്കി മാറ്റുക. അതിന്റെ ഭാഗമാണ് മദ്രസയിൽ പറഞ്ഞയക്കുക എന്നത്. 5 വയസ്സ് പൂർത്തിയായ കുട്ടിയെ മദ്രസയിൽ നമ്മൾ ചേർക്കുന്നു. മദ്രസയിൽ ചേർത്താൽ കുട്ടി പഠിക്കേണ്ടത് പിന്നെ എത്ര കൊല്ലാണെന്നത് 12 കൊല്ലം കുട്ടി മദ്രസയിൽ പഠിക്കണം. 12 കൊല്ലം. അപ്പൊ +2 കഴിയും. +2 കഴിഞ്ഞ കുട്ടിക്ക് 17 വയസ്സ് പ്രായമാവും. ആ 17 വയസ്സ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ആ 17 വയസ്സ് വരെ ദീനുമായി ബന്ധപ്പെട്ട് കുട്ടി വളർന്നാൽ അവന് വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഉമ്മമാരും മനസ്സിലാക്കണം, എൻ്റെ കുട്ടി 1ാം ക്ലാസ്സിൽ ചേർന്ന കുട്ടി എത്ര ക്ലാസ് അവിടെ അത്രയും ക്ലാസ് എൻ്റെ കുട്ടി പഠിക്കണം.
ഈ പഠനത്തിന് സ്കൂൾ പഠനത്തിന് ഒരിക്കലും തടസ്സമല്ല. കാരണം നമ്മുടെ മദ്രസയിലേക്ക് സിലബസ് തയ്യാറാക്കുന്നത് ഒരു ഉസ്താദന്മാര് മാത്രമല്ല, ഉന്നത ശ്രേണിയിലുള്ള യൂണിവേഴ്സിറ്റി തലങ്ങളിലൊക്കെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ആളുകൾ കൂടി ഉൾപ്പെടേണ്ടതാണ് ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയുള്ളത്. അപ്പോൾ ഒരു കുട്ടിക്ക് സ്കൂളിൽ എന്തെല്ലാം പഠിക്കാനുണ്ട് എന്ന് കണക്കാക്കി അതിന് ഭംഗം വരാത്ത വിധമാവുന്നു നമ്മുടെ പാഠബുക്ക് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും എന്തല്ല, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മദ്രസ പഠനം സ്കൂൾ പഠനത്തിന് ഒരിക്കലും തടസ്സമാകുന്നില്ല. അത് നമുക്കൊരു തോന്നലാണ്. എൻ്റെ കുട്ടി 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഇനി മദ്രസയിലും കൂടി പോയാൽ അവിടെ A+ ഇല്ലാതാകുമെന്നൊരു തോന്നൽ നമുക്ക് ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമുക്ക് നമ്മുടെ മക്കൾ നാളെ നമുക്ക് തണലായി തീരണം, നമുക്ക് താങ്ങായി തീരണം. ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ ഇന്നും നാളെയുമായി കഴിഞ്ഞു പോകും. നമ്മളൊക്കെ ഇവിടെ നിന്ന് ഒരു നീണ്ട യാത്ര പോകേണ്ടവരാണ്, നീണ്ട കാലം കബറിൽ കിടക്കേണ്ടവരാണ്, ഹിസാബ് നേരിടേണ്ടവരാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അവിടേക്ക് നമ്മളെ സഹായകമാവുന്നതായിട്ട് നമ്മുടെ മക്കൾ കണ്ണിന് കുളിർമയാവുന്ന മക്കളാക്കി മാറ്റണം. അത് വെറുതെ ആവില്ല. അത് നമ്മൾ ആക്കിയെടുക്കുക തന്നെ വേണം. വെറുതെ ആവുന്ന എന്താണെന്നറിയോ? ആരെങ്കിലും ഒരു 10 സെന്റ് ഭൂമി വാങ്ങിയിട്ട്, ഒരു 10-20 സെന്റ് ഭൂമി ഒരാള് വാങ്ങിയിട്ട് അതിനൊരു വേലൊക്കെ അടച്ചിട്ട് പോന്നു, പിന്നെ 5 കൊല്ലം കഴിഞ്ഞാണ് പോയി നോക്കിയാൽ അവിടെ എന്താ ഉണ്ടാകുക അറിയോ? അവിടെ എന്താ ഉണ്ടാകുക? ഇയാൾക്ക് ആവശ്യമില്ലാത്ത ഒക്കെ അടങ്ങും. കുറെ കാടും ഇതൊക്കെ പോയിട്ടുണ്ടാവും, ഒന്നും ആവശ്യം ഉണ്ടാവില്ല. നേരെ മറിച്ച് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? ആ ഭൂമിയൊക്കെ കളച്ച് പാകപ്പെടുത്തി അവിടെ വാഴയോ അല്ലെങ്കിൽ തെങ്ങോ കവുങ്ങോ കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. എന്തെങ്കിലും ഉണ്ടാവുള്ളല്ലോ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളും. അവരങ്ങോട്ട് അവഗണിച്ചു വിട്ടാൽ അവർ വേണ്ടാത്തത് വളർന്നാൻ പോകും. അവരെ പരിപാലിച്ച് വേണ്ടത് കൊടുത്താൽ വേണ്ടതുപോലെ ആയിത്തീരുകയും ചെയ്യും. അപ്പൊ മക്കളെ പരിചരിക്കേണ്ടത് വലിയ ബാധ്യതയാണ്. ആ യുഹസിന മക്കളിന് നല്ല പേരിടുന്നതിനും കുറച്ച് കാര്യം ചെയ്യേണ്ടതുണ്ട്. പൂജാതനായ കുട്ടിക്ക് ആദ്യമേ കേൾപ്പിക്കേണ്ടത് ബാങ്കാണ്. ബാങ്കും ഇക്കാമത്തും കേൾപ്പിക്കണം. പിന്നെ കുട്ടിക്ക് മധുരം നൽകണം. അതൊക്കെ കൊടുത്തു കഴിഞ്ഞല്ലോ. പിന്നെ നല്ല പേരിടണം. ഈ കാര്യങ്ങൾ ഉറപ്രകാരം ചെയ്തെങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന വിധം കുട്ടിയെ കിട്ടുകയുള്ളൂ. പിന്നെ കുട്ടിന്റെ മൗതിനെ നന്നാക്കണം, കുട്ടിന്റെ വീടിന്റെ പ്രതലം നന്നാക്കണം, പിന്നെ കുട്ടിനെ കുട്ടിനെ അതവ് ചിന്തിപ്പിക്കണം, നല്ല മര്യാദ ശീലിപ്പിക്കണം വീടുകളിൽ നിന്ന്. ആ മര്യാദ കുട്ടിയെ കണ്ടും കേട്ടും പഠിക്കേണ്ടതാണ്, അനുഭവിച്ച് പഠിക്കേണ്ടതാണ്. ആ മര്യാദയോടുകൂടി കുട്ടി വളർന്നു വന്നാൽ വിദ്യാലയത്തിലെത്തുമ്പോ അതോടെ പ്രകടമായി കാണും. കൂട്ടത്തിൽ പറയട്ടെ, ചെറിയ മക്കളെ നമ്മൾ നഴ്സറിയിൽ കൊണ്ടുപോയി ചേർക്കാം. നഴ്സറിയിൽ ചേർക്കും 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. ഒരു പക്ഷേ സർക്കാർ അംഗൻവാടി ചേർക്കും, അത് കുഴപ്പമില്ല. ഏതെങ്കിലും വിഭാഗം നടത്തുന്ന നഴ്സറിയിൽ കൊണ്ടുപോയി ചേർത്താൽ അതിന്റെ ദുരന്തങ്ങൾ വലുതാണ്. പ്രത്യേകിച്ചും നഴ്സറി നടത്തുന്ന പൈസ വരാം. അവിടെ കൊണ്ടുപോയി കുട്ടിയെ നമ്മൾ ചേർക്കും. നല്ല പേരൊക്കെ ഉണ്ട്, സ്ഥലമാണ്, നല്ല പഠനമുണ്ട് എന്നൊക്കെ കണ്ട് അവിടെ ചേർക്കും. അവിടെ ചേർത്ത് കഴിഞ്ഞാൽ, മിക്ക നഴ്സറിയും ചേർത്ത് കഴിഞ്ഞാൽ അത് പിന്നീട് കുട്ടിയുടെ സ്വഭാവത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക. 1ാം ക്ലാസ്സിലെ ഉസ്താദ് ഓറലായി പഠിപ്പിക്കുന്ന പാഠങ്ങളുണ്ട്. 1ാം ക്ലാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന പാഠം. അപ്പൊ നബി തങ്ങളെ കുറിച്ചുള്ള പാഠം എടുക്കാൻ വേണ്ടി കുട്ടികളെ പാകപ്പെടുത്തുകയാണ്. അവിടെ നിന്ന് ഉസ്താദ് ചോദ്യം ചോദിച്ചു. എന്താണെന്നറിയോ? നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടേണ്ട ആൾ ആരാണെന്നറിയോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരാണെന്ന് ചോദിച്ചു. കുട്ടികളെല്ലാവരും പറയണം ഉമ്മ എന്ന് പറയണം. അങ്ങനെ പറയണം. അത് ആയതാണല്ലോ, അത് പറയുന്ന ഉസ്താദ് കരുതിയത്. എന്നാൽ ഉമ്മ എന്ന് പറയുമ്പോ ഉസ്താദ് പറയും, എന്നാൽ ഉമ്മാനേക്കാളും സ്നേഹിക്കേണ്ട ഒരാളുണ്ട് നമുക്ക്. അപ്പോൾ ഉപ്പാന്ന് പറയും. ഉപ്പാനേക്കാളും സ്നേഹിക്കേണ്ട ഒരാളുണ്ട്. അതാരാണ്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടിയോട് ചോദിച്ചു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാരാണ്? അപ്പോൾ കുട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടം യേശുവിനോടാണ്. അല്പം പ്രയാസപ്പെടാതെ ഇരുന്നു പോയി, കാരണം പ്രതീക്ഷിക്കാത്ത ഒന്നാണല്ലോ. അപ്പൊ വേറെ കുട്ടി എനിക്ക് യേശുവിനോട് അല്ലാതെ യേശുവിനോട് സ്നേഹം. എവിടെ നിന്നാണ് ഈ സ്നേഹം കിട്ടിയെന്നറിയോ? ഇവരെ കൊണ്ട് ചേർത്തത് സെന്റ് മേരീസിലാണ് ചേർത്തത്. അവിടെ നിന്ന് കിട്ടിയ ശിക്ഷണമാകുന്ന എന്ത്?
അപ്പൊ നമ്മുടെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പേരൊന്നും മാറൂല, പേരൊക്കെ പേര് തന്നെയാണ് കാരണം, പക്ഷെ മനസ്സ് മാറിയിട്ടുണ്ടാവും. അത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. അതിന് പകരമായിട്ട് നമുക്ക് സംവിധാനങ്ങളുണ്ട്. അതാണ് അൽ ബിർ എന്ന സംവിധാനം, അല്ലെങ്കിൽ അസ്മി എന്ന സംവിധാനം. ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതൃത്വത്തിൽ കൊച്ചു മക്കൾക്ക് തന്നെ നല്ല ദീനീബോധം കൊടുത്ത് ഇസ്ലാമികമായ പാഠങ്ങൾ പഠിപ്പിച്ച് അവരെ മദ്രസയിലേക്ക് പാകപ്പെടുന്ന സംവിധാനമാണ് അൽ ബിർ സംവിധാനം. അതിന് നല്ല സ്മാർട്ട് ക്ലാസ് റൂമൊക്കെ ആവശ്യമാണ്. ഒരു പ്രത്യേക സംവിധാനം ഇല്ലാതെ പെട്ടെന്ന് തുടങ്ങാൻ പറ്റുന്ന ഒന്നാണ് അസ്മി എന്ന സംവിധാനം. അത് ഇസ്ലാമിക നഴ്സറി സ്കൂളുകളാണ്. അപ്പൊ അങ്ങനെ ഇസ്ലാമികമായ നഴ്സറി സ്കൂളിൽ ചേർക്കാതെ ഇതര മദ്രസ നടക്കുന്ന സ്ഥാപനം കൊണ്ടുപോയി ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്, ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളെ ഒരു 19 വയസ്സ് വരെ, ഒരു ടൈമാണ് 19 വയസ്സാകുമ്പോഴാണ് നമ്മുടെ തലച്ചോറിനകത്ത് 4 ലോബുകളുണ്ട്. അതിന്റെ ഫ്രണ്ടൽ ലോബ് എന്ന ലോബുണ്ട്, മുൻകാത്തൽ ലോബ്. ഈ ഫ്രണ്ടൽ ലോബ് വികസിച്ച് പരിപൂർണ്ണയിലെത്തുന്ന സമയമാണ് 20 വയസ്സ്. ആ ഫ്രണ്ടൽ ലോബ് വികസിക്കുന്നത് വരെ കുട്ടിയുടെ കാഴ്ച വ്യക്തത ഉണ്ടാവില്ല, അവൻ തീരുമാനം ഉറപ്പിച്ചതാവില്ല, അത് വിളിച്ചാൽ വഴിക്ക് പോകും, തെറ്റാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഈ 19 വയസ്സ് വരെ അതിനാണ് ടീനേജിന്റെ കാലം കഴിയാം. ആ സമയം വരെ മാതാപിതാക്കളുടെ ഒരു പരിചരണം, ഒരു എന്താ പറയുക, ഒരു ശ്രദ്ധ അവരുടെ വളർത്തുണ്ടായിരിക്കും. എങ്ങനെ ശ്രദ്ധ ഉണ്ടാവുക? അവരുമായി കൊണ്ട് സംവദിക്കുക, സംസാരിക്കുക, സ്കൂളുകളിൽ പോകുന്ന കുട്ടികളെ നിരീക്ഷിക്കുക, കൂട്ടുകാരാണെന്ന് നിരീക്ഷിക്കണം, നമ്മുടെ കൺവെട്ടിൽ നിന്ന് പഠിക്കാൻ അവസരങ്ങൾ കൊടുക്കണം. ചില കുട്ടികൾ പറയാറുണ്ട്, എനിക്കുമ്മ അങ്ങനെയൊക്കെ കൂടെ നിന്ന് പഠിച്ചാൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അപ്പൊ ഞാൻ റൂമിൽ പോയി നിന്ന് പഠിച്ചോളാം എന്ന് പറയുന്നുവെങ്കിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ കാലത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളുമായി ഉള്ളു തുറന്ന് സംസാരിക്കാനും കുടുംബ കാര്യങ്ങളൊക്കെ അവരുമായി കൊണ്ട് ബോധ്യപ്പെടുത്താനും ഒക്കെ ശ്രമിച്ചുകൊണ്ട് എന്താണ് ഉമ്മ, എന്താണ് ഉപ്പ, ആരാണ് ഇവര് എന്ന കാര്യം അവർക്ക് ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെടുത്തേണ്ട കടമ നമുക്കുണ്ട്, വിദ്യാലയത്തിലുണ്ട്. ഇവിടെ നിന്നും ബോധ്യപ്പെടണം, നമ്മളും ബോധ്യപ്പെടുത്തണം. ഉമ്മാന്റെ ഉപ്പാന്റെ ഒക്കെ സ്നേഹം പിടിച്ചു പറ്റുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന ഒരാളായി മാറണം. മാതാപിതാക്കൾ തമ്മിൽ സംസാരിക്കാത്ത വീടുകളുണ്ട്. ഒരു വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രാങ്കായിട്ട് സംസാരിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ആ വീട്ടുകാരൊക്കെ നല്ല സ്നേഹത്തിലാവുന്നു എന്നാണ്. അപ്പൊ അങ്ങോട്ടോട്ട് ഉള്ളു തുറന്നൊന്ന് സംസാരിക്കാം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മക്കളുമായി കൊണ്ട് സംസാരിക്കുക, അവരാവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് പെരുമാറുക. ഇങ്ങനെ പെരുമാറിയെങ്കിലേ ഈ കാലത്ത് നമ്മുടെ മക്കളെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിനകത്ത് വളരുന്ന കുട്ടികൾ നമ്മുടെ മക്കളാവണം. അവര് നമ്മുടെ വലിയ നിൽക്കാൻ നമുക്ക് കണ്ണിന് കുളിർമയായി മാറണം. അങ്ങനെയാണ് നമ്മൾ ദുആ ചെയ്യാറുള്ളത്. പഠിച്ചവനെ എന്റെ മക്കളെ കണ്ണിന് കുളിർമയാക്കണേ എന്നാണ് ദുആ ചെയ്തത്. ആ രൂപത്തിൽ മക്കൾ വന്നെങ്കിലാണ് ഈ മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിൽ ഉപകാരപ്പെടുക. രണ്ടോട്ട് ഉപകാരപ്പെടണം. നമ്മുടെ ദുആത്തിൽ അങ്ങനെയാണല്ലോ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എല്ലാ സമയത്തും ദുആ ചെയ്യേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധിക സമയത്തും ദുആ ചെയ്യേണ്ടുന്ന ഒന്നാണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പഠിച്ചവനെ ദുനിയാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണേ നാഥാ എന്നാണ്, ആഖിറത്തിലും ഹസനത്ത് നൽകണേ നാഥാ, നരകത്തൊട്ട് കാത്തു രക്ഷിക്കുകയും ചെയ്യണേ. എന്താ ദുനിയാവിലെ ഹസനത്ത് അറിയോ? ദുനിയാവിലെ ഹസനത്ത് ഒന്ന് ആഫിയത്താണ്, നല്ല ആരോഗ്യം ഉണ്ടാകുക ദുനിയാവിലെ ഹസനത്താണ്. അവർ ഉദ്ദേശിക്കുന്ന അർത്ഥം നടന്നെത്താൻ കഴിയാം. പിന്നെ ഹസനത്താണ് നല്ല സൗകര്യപ്രദമായ വീട് ദുനിയാവിലെ ഹസനത്താണ്. ഹസന നല്ല സുന്ദരികളാക്കുന്ന ഇണകൾ ഉണ്ടാവുക, സുന്ദരന്മാരുടെ ഇണകൾക്ക് ഉണ്ടാവുക. മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കൾ ഉണ്ടാവുക, അത് ദുനിയാവിന്റെ ഹസനത്താവുന്നു. അതുപോലെ നല്ല വാഹനം ഉണ്ടാവുക, അഭിനന്ദനങ്ങൾ കേൾക്കാൻ കഴിയും. നല്ല മനസ്സിലാന്ന് പറഞ്ഞാൽ കേൾക്കാൻ കഴിയാം. അത് പറ്റ മോശമാണെന്നല്ല, നല്ല ആളാണെന്ന് കേൾക്കാൻ കഴിയും. ദുനിയാവിന്റെ ഹസനത്താണ്. ഈ ഹസനത്തുകളൊക്കെ ഉണ്ടാകാൻ നമ്മൾ ദുആ ചെയ്താൽ മാത്രം പോരാ, ദുആ വേണം, അതിനൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യണം. മക്കളെ നമ്മുടെ ദുനിയാവിന്റെ ഒരു ഹസനത്താണ്, ദുനിയാവിന്റെ സീനത്തുമാവുന്നു മക്കൾ. ആ ദുനിയാവിന്റെ സീനത്തായ മക്കളെ
നമുക്ക് പരലോകത്തും ദീനത്തായിട്ട് മാറണം. പരലോകത്തും ദീനത്താവണം, ഭംഗിയായി മാറണം. ആ പരലോകത്ത് ഭംഗിയാവണമെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് നമ്മൾ പണിയെടുക്കുക തന്നെ ചെയ്യണം. ആ പണിയാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി പറയാം. നേരത്തെയുള്ള എഴുന്നേൽപ്പ് പതിവാക്കുക നമ്മുടെ ഐഡന്റിറ്റി പെട്ട ഒന്നാണ്. അസ്സലാത്തു ഖൈറും മിനന്നൗമി കേൾക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വീടൊക്കെ സജീവമാവേണ്ടതുണ്ട്. നിസ്കാരങ്ങൾക്ക് പ്രാമുഖ്യം കൽപ്പിക്കുക. അല്ലാഹു തആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കൽ ഈമാനിൽപ്പെട്ടതാണ്. അള്ളാഹ് ബഹുമാനിച്ചപ്പോൾ ബഹുമാനിക്കണമല്ലോ. അള്ളാഹ് ബഹുമാനിച്ച 5 സമയമുണ്ട്. ഒന്ന് സുബഹിയാണ്, മറ്റൊന്ന് ദുഹറാണ്, അസറാണ്, മഗ്രിബ്. ഈ സമയത്തെ നമ്മളും ബഹുമാനിക്കുക. ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്ത് ചെയ്യാനാണ് കൽപ്പിക്കപ്പെട്ടത് അത് അങ്ങോട്ട് ചെയ്യുക. പിന്നെ വീട്ടിൽ വെച്ച് ഖുർആൻ പാരായണം നടത്തുക. അതുപോലെ രാത്രിയിൽ നേരത്തെ ഉറങ്ങാനുള്ള സംവിധാനം ഉണ്ടാവുക. ഈ അനാവശ്യ മൊബൈൽ ഫോണിന്റെയും മറ്റ് ലാബിന്റെയും ഒക്കെ അനാവശ്യ ഉപയോഗം ഇല്ലാതെയാണ്. കുട്ടികൾക്ക് അത് കൊടുക്കുന്നത് വളരെ അപകടമായ കാര്യമാണ്. മിക്ക വീടുകൾ കൊടുക്കാറുണ്ട്. എന്തിനാ കൊടുക്കണമെന്ന് അറിയോ? അത് കൊടുത്താൽ കുട്ടി മിണ്ടാതെ ഇരുന്നോളൂ. ഇതിനൊരു ശല്യം ഉണ്ടാവില്ല. ഉമ്മാക്ക് ഇഷ്ടമല്ല പണിയെടുക്കും. മൊബൈൽ ഫോണാണ് കൊടുത്താൽ പിന്നെ കുട്ടികളെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ശല്യം നമ്മൾ ഇപ്പോൾ ഒഴിവാക്കിയാൽ പിന്നെ നമുക്ക് ശല്യമായി മാറുമത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കളിക്കോപ്പുകളൊക്കെ വേറെ എന്തായാലും പെട്ടതല്ലല്ലോ. മൊബൈൽ ഫോണിന്റെ ഉപയോഗങ്ങളൊക്കെ വളരെ നമ്മൾ കുറക്കണം, കുട്ടികളും കുറക്കണം. കുട്ടികൾക്ക് എങ്ങനെ ഇതിൽ വരുന്നതെന്നറിയോ? ഇതിൽ വരുന്നത് എങ്ങനെയാണ്? മുതിർന്ന ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. മുതിർന്ന ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ ആകർഷിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന അതേ പണിയാണ് നമ്മുടെ കുട്ടികളും ചെയ്യുക. ഞാൻ ഇപ്പോൾ ചെയ്ത സംഭവം കൂടി പറയാം. ഒരു വീട്ടില് പിന്നെ 4 മക്കളുടെ വീട്ടില് 3 പെൺകുട്ടികളും അവസാനത്തെ ആൺകുട്ടി. അല്ല, 3ാമത്തെ പെൺകുട്ടി മദ്രസയിൽ പോയിട്ട് 2ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും കുട്ടിക്ക് വല്ലാത്തൊരു ഖുർആനോട് വല്ലാത്തൊരു താല്പര്യം. എപ്പോഴും കുട്ടി ഖുർആനിൽ കൊണ്ട് 5ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ കുട്ടി പറഞ്ഞു, ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എനിക്ക് ഖുർആൻ ഹിഫ്ളാക്കുന്ന കോളേജിൽ പോകണം. പെൺകുട്ടിയാണല്ലോ. അങ്ങനെ അടുത്ത എവിടെ ഇല്ലായിരുന്നു. വളരെ ദൂരെ തിരുവനന്തപുരം ഭാഗത്താണ് കോളേജ് കിട്ടിയത്. നമുക്ക് അടുത്തൊക്കെ എവിടെ ഉണ്ടെന്നു. അവിടെ പോയി കുട്ടി ഖുർആൻ പഠിച്ചു. അതിന്റെ ദൗറ പൂർത്തിയാക്കി 30 കാണാതെ പഠിച്ചു. 40 ബാക്കിയുള്ള 3 കുട്ടികൾക്കും ഈ വാസന തന്നെ കേട്ടോ. നമ്മൾ സാധാരണ കുട്ടികളെ പോലെ തന്നെയാണ്. അപ്പൊ ഈ കുട്ടിക്ക് എന്താണ് ഇത്ര ഖുർആനോട് താല്പര്യം ഉണ്ടാകുന്ന കാരണം അന്വേഷിക്കുമ്പോ എന്താ മനസ്സിലാകാറിയോ? ഈ 3ാമത്തെ കുട്ടിയെ ഗർഭം ധരിക്കുന്ന സമയത്ത് ഉമ്മാക്ക് വലിയ ഒരു പ്രശ്നം ഉണ്ടായി. ഒരു രോഗം ബാധിച്ചു. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി കുറച്ചു കാലം ബെഡ് റെസ്റ്റ് എടുക്കണം, പുറത്തിറങ്ങാൻ പാടില്ല, റൂമിൽ തന്നെ കിടക്കണം, കിടക്കയിരിക്കുക ചെയ്യണം, ഒരു ജോലി എടുക്കാൻ പാടില്ല ഡോക്ടർ നിർദ്ദേശിച്ചു. ആ ഉമ്മ റൂമിൽ തന്നെ ഈ റൂമിലിരിക്കുന്ന കാലത്ത് മുഴുവനും ഒരു 5 ഖത്മ കൊണ്ട് പൂർത്തിയാക്കി. ഖുർആൻ തന്നെ എപ്പോഴും ഈ ഖുർആൻ ഇങ്ങനെ കേട്ടുകൊണ്ടാണ് ഈ കുട്ടി വളരുന്നത്. അതുകൊണ്ട് ആ കുട്ടിക്ക് എന്തെന്ന് അറിയോ? ഖുർആനോട് വല്ലാത്തൊരു താല്പര്യം. ആ കുട്ടി ഇപ്പൊ ആക്രാത്തായി. നമ്മുടെ കുട്ടികൾക്ക് എന്തിനോടാണ് താല്പര്യം ഉണ്ടാകാറിയോ? മൊബൈലിനോട്. എന്താ കാരണം? ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉമ്മ പറയും യൂട്യൂബ് കുട്ടിയാൽ മുഴുവൻ യൂട്യൂബിലേക്കാണ്. അപ്പൊ നമ്മുടെ ഉദരത്തിലിരിക്കുന്ന നമ്മുടെ കുഞ്ഞു പോലും നമ്മുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുകയും അവിടെ നിന്ന് തന്നെ കുട്ടിയുടെ വിദ്യാഭ്യാസം ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് കുട്ടീനെ മൗലികപ്പെട്ട ഒന്നാണത്. അപ്പൊ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ നമ്മുടെ കുട്ടികളെ ശീലിപ്പിക്കണം. അതിന്റെ 1ാമത്തെ പടി നമ്മളിൽ നിന്നായിരിക്കണം. മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു അത് കുട്ടികൾ അതുപോലെ ചെയ്യും. കുട്ടികളെ കേട്ടത് പറയും, കണ്ടത് ചെയ്യും, കൊടുത്തത് തിരിച്ചു കിട്ടുന്ന പറയുന്നത്. കേട്ടത് വിളിച്ചു പറയും. എന്താണോ കേട്ടപ്പോൾ ഇങ്ങോട്ട് പറയും. നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടു അതങ്ങോട്ട് പറയും. അതുപോലെ അവർ ചെയ്യും. അവരെന്താണ് കൊടുത്തത് അവർക്ക് തിരിച്ചു കിട്ടുന്ന ഒരു തമാശ പറയാറുണ്ട്. ഒരു 10 വയസ്സുകാരൻ ചോറ് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉപ്പ അങ്ങോട്ട് കയറി വന്നത്. അപ്പോ ഉപ്പ തമാശയിൽ പറഞ്ഞു, നക്കിക്കോ നക്കിക്കോ ഇങ്ങനെ. അതൊരു നല്ലൊരു വാക്കാണല്ലോ. അങ്ങനെ അതിങ്ങനെ കുട്ടി അതിങ്ങനെ കേട്ടു. പിന്നെ ഉപ്പാക്ക് ദിവസം പണിയില്ലാതെ അപ്പൊ സ്കൂളിൽ ഓണത്തിന് 5 കിലോ അരി കിട്ടി. അതുകൊണ്ടാ ചോറ് വെച്ചത്. ചോറ് വെച്ച് ഉപ്പ നക്കിക്കോളി എന്ന് പറഞ്ഞു. കാരണം കൊടുത്തതാണ് എന്ത് ചെയ്യാ, തിരിച്ചു കിട്ടുക. കേട്ടതാണ് ഒരു പറയാ. നമ്മൾ എന്തൊക്കെ കേൾക്കുന്നുവോ അതൊക്കെ അതെന്ത് ചെയ്യും, അതേപോലെ അങ്ങോട്ട് പറയാം. റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ്.
നമ്മൾ എന്തൊക്കെ ചെയ്തുവോ അത് അവരെ പ്രകാരം ചെയ്യും. അപ്പൊ മക്കളെ മുമ്പിൽ വെച്ച് നല്ലത് ചെയ്യാൻ, അവരെ നല്ലത് കേൾപ്പിക്കാൻ, നല്ലത് കൊടുക്കാൻ തയ്യാറാണ്. അതപ്പം തയ്യാറാക്കി പിന്നെ ശരിയാവില്ല. ചിലപ്പൊക്കെ ദ്വരക്കാൻ പറയുന്നു, മക്കൾ ദ്വരക്കാൻ പറയാറുണ്ട്. മജിൽസിനോട് ദ്വരക്കാൻ പറയും, സ്വലാത്തിന് ദ്വരക്കാൻ പറയും. ഉസ്താദെ ഒന്ന് ദ്വരക്കണം കേട്ടോ, എൻ്റെ കുട്ടി നന്നാവാൻ വേണ്ടി. മജിൽസിനോട് 500 ഉറുപ്പിക കൊടുത്താണ്ടാ ദ്വരക്കാൻ വന്നത്. മോൻ്റെ സ്വഭാവം നന്നാണ്. ഒരുപാട് ദ്വാ ചെയ്തു. ദ്വാ ചെയ്തതിന് ശേഷം എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ ഒരാൾക്കൊരു സംശയം, എന്നെ പറ്റിയൊക്കെയാണോ എൻ്റെ അപ്പയുടെ കൊടുത്ത സംശയം. അപ്പോൾ ചോദിച്ചാൽ ആരാണോ 500 തന്നാൾ ചോദിച്ചു. അത് എൻ്റെ വാപ്പൻ എൻ്റെ സ്വഭാവം നന്നാണ് ദ്വാരക്കാൻ വന്നത്. പിറ്റേ മറ്റൊന്ന് 1000 ഉറുപ്പിക വാപ്പാന്റെ സ്വഭാവം നന്നാണ് എൻ്റെ ആവശ്യം. ഇതുകൊണ്ട് വലിയ പ്രയോജനം കിട്ടൂല. എന്താ കാരണം എന്നറിയോ? ഇത് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തെങ്കിലേ ഫലം ചെയ്യൂ. അല്ല കതിരില് വളം വെച്ചത് കൊണ്ട് എന്താവില്ല, നമുക്ക് നന്നാവില്ലല്ലോ. ആ മുരട്ട് വളം വെക്കണം. അതിന് ആദ്യമേ നമ്മൾ തുടങ്ങണം. തുടങ്ങേണ്ട സമയം ഒന്ന് കുട്ടിൻ്റെ ചില പ്രായങ്ങളുണ്ട്. ഒന്ന് ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇങ്ങനെ പോകും. ആ ശൈശവത്തിലും ബാല്യത്തിലുമാണ് കുട്ടിയെ ശ്രദ്ധിക്കുന്നത്. ശൈശവത്തിൽ ശ്രദ്ധിക്കണം, ബാല്യത്തിലും ശ്രദ്ധിക്കണം. എന്നാൽ കൗമാരത്തിൽ നമ്മൾ വിളിച്ചോട്ട് കിട്ടും. ശൈശവത്തിൽ നമ്മൾ അവഗണിച്ചു, ബാല്യത്തിലും അവഗണിച്ചു, ഇനി പിടിച്ചാൽ കിട്ടുകയില്ല. ഇപ്പൊ എന്റെ മദ്രസയിൽ ഒരു ഉമ്മ വന്നിട്ട് പറഞ്ഞു, സാറേ ഓൻ്റെ ആ മുടി ഒന്ന് ശരിയാക്കാൻ വേണ്ടി കൊണ്ടൊന്ന് പഠനങ്ങൾ കേട്ടോ. മുടി ഇങ്ങനെ നന്നായിട്ട് പെണ്ണുങ്ങളെ പോലെ വളർത്തിയേക്കാണ്, ആ ശരിയാക്കാൻ വേണ്ടി പറയണം കേട്ടോ. അപ്പൊ ഈ ഉമ്മാനെയൊക്കെ നേരത്തെ അറിയാം. അപ്പൊ ഉമ്മാടെ ചോദിച്ചു, ഞാൻ ആ കുട്ടിക്ക് 4 വയസ്സായപ്പോൾ ചോദിച്ചു, എന്താ പിന്നെ മുടി വെട്ടാത്ത ചോദിച്ചില്ലേ. അപ്പൊ അത് അങ്ങനെ വളരട്ടെ, അത് രസമല്ലേ എന്നാ പറഞ്ഞു. അന്ന് ഉമ്മാക്ക് രസമായിരുന്നു ഇങ്ങനെ വളർത്തിയത്. ഇപ്പൊ കുട്ടി 6-ലെത്തി ഉമ്മക്കത് പ്രയാസമായി. പക്ഷെ മോൻ പറ്റൂല, കാരണം അന്ന് ഇങ്ങനെ വളർത്തി ശീലിപ്പിച്ചു. അപ്പൊ ചെറുപ്പത്തിലുള്ള ഈ ശീലങ്ങളാണ് വലുപ്പത്തിൽ ഉണ്ടാവുക. അപ്പൊ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ഒന്ന് ശൈശവത്തിലാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അത് 2 വയസ്സ് വരെയാണ്. ജനം 2 വയസ്സിലെ ശൈശവം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അപ്പോഴാണ്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ബാല്യത്തിലാണ്. ബാല്യം 2 മുതൽ 12 വയസ്സ് വരെയാണ്. ഈ സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ കൗമാരത്തിൽ നമുക്ക് തിരിച്ചു കിട്ടും. കൗമാരം 13 മുതൽ 19 വരെയാണ്. എന്ന് പറയുന്നത് 13, 14, 15 തിരിൽ അവസാനിക്കുന്ന ഏജിനാണ് ടീനേജ് എന്ന് പറയുന്നത്. 19 അവസാനിക്കുമല്ലോ. അവിടെയാണ് നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴാണ് വഴിപായിട്ട് തോന്നുക. പക്ഷെ അപ്പോഴല്ല തോന്നേണ്ടത്, അതിന് മുമ്പ് തോന്നണം. 2 വയസ്സ് തോന്നണം, 12 വയസ്സിനുള്ളിൽ തോന്നണം. അങ്ങനെ തോന്നിയെങ്കിൽ മാത്രമേ ഈ നമ്മുടെ ഉദ്ദേശിക്കുന്ന സമയത്ത് അവരെ തിരിച്ചു പിടിക്കാനും കൊണ്ട് കഴിയുകയുള്ളൂ. അപ്പൊ അതിനു വേണ്ടി ഈ പറയപ്പെട്ട നമ്മളിപ്പോൾ 1 മണിക്കൂറോളം സംസാരിച്ചത്, ഈ സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിന്റെ അകത്തളത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മളവർക്ക് മാതൃകയാവണം, നമ്മളവർക്ക് മോഡലായി മാറണം. നമ്മളെയാണ് അവരെന്ത് ചെയ്യേണ്ടത്, പഠിക്കുന്നത്, പകർത്തുന്നത്. അതിലേക്ക് ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് നല്ലൊരു പൗരാവരെ സൃഷ്ടിച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. നമ്മുടെ കുട്ടികൾക്ക് എവിടെയെങ്കിലും പോകുന്നുവെങ്കിൽ അത് വീട്ടിൽ നിന്ന് ചോദിച്ച് സമ്മതം വാങ്ങി പോകുന്ന ഒരവസ്ഥ വീട്ടിലുണ്ടായിരിക്കണം. ആരോടാ ചോദിക്കേണ്ടത്? ഉമ്മാന് അനുവാദം കിട്ടണം, ഉമ്മാന് അനുവാദം കിട്ടണം, എന്നിട്ടേ പോകാവൂ. ഉമ്മാനോട് ചോദിച്ചാൽ ഉമ്മ പറയണം. ഉമ്മ ഞാൻ ടൂർ പോകുകയാണെന്ന് കുട്ടി പറഞ്ഞാൽ ഉമ്മ പറയണം. ഉപ്പാണ് ചോദിക്കണം, ഉപ്പാനെ സംബന്ധിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഉപ്പ സമ്മതം കൊടുക്കുമ്പോൾ ചോദിക്കണം, ആരെ കൂടെയാ പോകുന്നത്, എപ്പോഴാ തിരിച്ചു വരിക, ഇതിന് ശേഷമേ പോകാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരു നിയന്ത്രണത്തിനാ കുട്ടി വളർത്തേണ്ടത്. അങ്ങനെ നിയന്ത്രണം ഇല്ലാതെ വളർന്ന കുട്ടികളാണ് പിൽക്കാലത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായി തീരുക. അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. കുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രവൃത്തിയിൽ കൊണ്ടുവരണമെന്ന് വിനയത്തോടെ അപേക്ഷിക്കുകയാണ്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പിന്നെ പഠനം നിർത്തിയ കുട്ടികളുണ്ടാവും, 5 നിർത്തിയവര്, 6 നിർത്തിയവര് നിർത്താൻ അനുവദിക്കരുത്. അവരെന്ത് ചെയ്യണം, വീണ്ടും വിദ്യാർത്ഥികളെ കൊണ്ടുവരണം. കാരണം ഈ ദീൻ പഠിച്ചത് കൊണ്ട് ജോലിയൊന്നും കിട്ടൂലെങ്കിലും മാതാപിതാക്കളെ ചവിട്ടി പുറത്താക്കുക, അത് ഉറപ്പാണ്. സ്കൂളിൽ ഒരുപാട് പഠിച്ചപ്പോൾ ജോലി കിട്ടും. ആ ജോലി ആസ്വദിക്കാൻ ഉമ്മിപ്പ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇത് പഠിച്ചാൽ ഇതുകൊണ്ട് പ്രത്യേക ജോലി കിട്ടിയിട്ടുണ്ടെങ്കിലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനും കഴിയും. അതാണ് നമുക്ക് ആവശ്യം. 2 ലോകത്തും ആവശ്യം അതാവുന്നു.
അതിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരക്കുമാരൊക്കെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് സമ്മതിക്കുകയാണ്. അർഹമുറാഹിമാനാഥ, ഞങ്ങളുടെ കൂടുതലും വിജയലും സ്വാലി അമലായി സ്വീകരിക്കണേ തമ്പുരാനെ. പഠിച്ചവനെ ഈ സ്ഥാപനത്തെ ഉത്തരവാദിത്തം നീ ഉയർത്തണേ നാഥ. പഠിച്ചവനെ ഇവിടെ പഠിക്കുന്ന എല്ലാ മക്കൾക്കും നീ ഹിദായത്ത് നൽകണേ തമ്പുരാനെ. ഉമ്മാർക്ക് ഉപ്പാത്ത പാവങ്ങളൊക്കെ കൊണ്ടുകൊടുക്കാൻ കാരണമാക്കി തീർക്കണേ തമ്പുരാനെ. പഠിച്ചവനെ ഉസ്താദുമാരെ ഉമ്മാനിപ്പാനൊക്കെ അനുസരിക്കുന്ന മക്കളാക്കണേ തമ്പുരാനെ. അർഹമുറാഹിമാനാഥ, ഞങ്ങൾ മഴയില്ലാതെ പ്രയാസപ്പെടുക, നീ ഉപകാരപ്രദമാകുന്ന മഴ കൊണ്ട് ഞങ്ങളെ സഹായിക്കണേ നാഥ. പഠിച്ചവനെ നീ പ്രയാസപ്പെടുത്തരുതേ നാഥ. അർഹമുറാഹിമാനാഥ, ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, തെറ്റിൽ ഞങ്ങളെ സൃഷ്ടിക്കരുതേ തമ്പുരാനെ. പഠിച്ചവനെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നീ സലാമത്തിലാക്കണേ നാഥ. അർഹമുറാഹിമാനാഥ, ഒരു വലിയ ദുരന്തത്തിന്റെ മുന്നിലാണ് ഞങ്ങളുള്ളത്. പഠിച്ചവനെ ഞങ്ങൾക്ക് ആശ്വാസം നൽകണേ തമ്പുരാനെ. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് ആശ്വാസമാകണേ തമ്പുരാനെ. പ്രശ്നങ്ങൾക്ക് പരിഹാരമാകണേ നാഥ. പഠിച്ചവനെ ഈ ജനങ്ങളൊക്കെ ഒന്നായി മനുഷ്യരായി കാണുന്ന നാടുകളെ ഞങ്ങൾക്ക് നൽകണേ നാഥ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. اللهم اجعل في كل أمورنا فرجا ومخرجا من حيث لا نحتسب. عليك توكلنا وإليك أنبنا وإليك المصير. آمين برحمتك يا أرحم الراحمين.